നോക്കി ഇങ്ങോട്ട് പോരി, ഞങ്ങൾക്ക് ഇതാ ചോറ് അടപ്പിച്ചിക്കണോ? ഇന്നും തക്കാളി കറി അമ്മ, ഇറച്ചി മീനൊന്നുമില്ല, എനിക്ക് ചോറ് വേണ്ട. ഇരിക്കട അവിടെ. ഇജ് ഈ ചോറ് കഴിഞ്ഞാണ്ട് എവിടുക്കാ പോണത്? ഇപ്പാക്ക് എന്ന് പണി ഉണ്ടായതാന്ന് എനിക്കറിയോ? ഇത് കൂട്ടിക്കാണ്ടാണ് തിന്നെ. എന്നും ഇറച്ചി മീനൊന്നും ഉണ്ടാവൂല. നമ്മളെ ഈ സാഹചര്യം അനുസരിച്ച് ജീവിക്കണം. ഇജ് ഇത്ര വലുപ്പായതല്ലേ? എത്ര ചോറാടാ ഇജ് ഇവിടെ കഴിഞ്ഞിരിക്കേണ്ടത്? ഈ ചോറിന് മാടിയിട്ട് ഇജ് കൊതിച്ചു. അങ്ങനത്തെ ഗതിയൊന്നും അള്ളാഹു തരാതിരിക്കട്ടെ. ചോറ് ഇവിടെ കളഞ്ഞു. ഓന് ഈ കറിയൊന്നും പറ്റാഞ്ഞിട്ടേ ചോറ് തട്ടിട്ടിക്കാണ്ട് പോവേനോ? അതിന് ചീത്ത അറിയഞ്ഞു ഞാൻ. ഓൻ തട്ടി കഴിഞ്ഞാ മേസപ്പുറത്തുള്ള നിങ്ങൾ എന്തിനടുത്ത് തിന്നണത്? അതവിടെ കടന്നോട്ടെ. അത് കുഴപ്പമില്ലടി. എടാ വിശപ്പറിഞ്ഞിട്ടുണ്ടോ? എടാ ഒരു വറ്റിന്റെ വില എന്താ നിനക്ക് അറിയോ? വിശന്നിട്ട് ഞാനേ മണ്ണ് വരെ വാരി തിന്നാൻ നിന്നിട്ടുണ്ട്. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു. എൻ്റെ ഉപ്പൊക്കെ വൈകുന്നേരം വരുമ്പോൾ അറിയാം ഇന്ന് പണി ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇന്ന് നിങ്ങൾക്കൊക്കെ ഭയങ്കര സുഖമാണ്. എൻ്റെ പ്രായത്തിലൊക്കെ നല്ല ഡ്രസ്സ് വരെ ഞാൻ ഇട്ടിട്ടില്ലടാ. കാലുമലേ ഒരു ചെരുപ്പിടാൻ മോഹിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് നല്ല ഡ്രസ്സ്, നല്ല നല്ല ഭക്ഷണങ്ങൾ. എടാ ഈ ഉപ്പാനൊക്കെ മനസ്സിലാക്കണമെങ്കിൽ 2 ദിവസമെങ്കിലും പട്ടിണി കിടക്കും. അപ്പോഴേ എനിക്ക് മനസ്സിലാവും. ഇന്നത്തെ ഇങ്ങളെ പോലത്തെ തലമുറക്കൊന്നും എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല. കാരണം നിങ്ങളൊക്കെ സുഖിച്ച് ജീവിച്ചു. നിങ്ങളെ വാപ്പ എന്ത് പറഞ്ഞാലും കൊടുത്തരും. എനിക്ക് പണി ഉണ്ടായിട്ട് എത്ര ദിവസമായി എനിക്കറിയാം. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും കുറവുണ്ടടാ? ഞങ്ങൾ രണ്ടാളും കഴിച്ചിട്ടില്ലെങ്കിലേ അന്നെ ഞങ്ങൾ വിശപ്പ് അറിയിച്ചിട്ടില്ല. അതൊക്കെ എൻ്റെ തെറ്റാടാ. എൻ്റെ കഷ്ടപ്പാടൊന്നും ഞാൻ അന്നെ അറിയിക്കണ്ട വെച്ചിട്ട്. കാരണം ഞാനൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. എൻ്റെ മോൻ അതൊന്നും അറിയരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നിങ്ങൾ മക്കളൊന്നും ഒരു ഉപ്പാരും നിങ്ങളൊന്നും മനസ്സിലാക്കണില്ലടാ.